ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നിങ്ങളുടെ ലൈഫുമായിട്ട് അത്ര തന്നെ ബന്ധവുമുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഹിയർ വി ആർ സ്റ്റാർട്ടിംഗ് ദ ചാപ്റ്റർ അഡോളസൻസ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഞാൻ ഈ ചാപ്റ്റർ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. അഡോളസൻസ് ഏജിലാണ് നിങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അല്ലെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ സൈലത്തിലെ ചാനൽസിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ എന്ന് നോക്കാം. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നിങ്ങൾ വളരെ അധികം തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ ചാപ്റ്ററിനെ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് ആണ്. നിങ്ങളുണ്ടാവുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കലി ഉള്ള ചേഞ്ചുകൾ നിങ്ങൾക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചില ആളുകൾക്കെങ്കിൽ അത് ചില കോൺഫ്ലിക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഈ ഏജിനെ കുറിച്ചുള്ള സയന്റിഫിക്കലി ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഏജിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും നിങ്ങളുടെ ഒരു റോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജ് കാറ്റഗറി ഏതാണെന്നുള്ളത്. സം പീപ്പിൾ വിൽ ബി കൺസിഡേർഡ് യു ആസ് എ ചൈൽഡ് അല്ലെ. ചില ആളുകൾ നിങ്ങളൊരു ചൈൽഡിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സം പീപ്പിൾ വിൽ ബി കൺസിഡേർഡ് ആസ് എ അഡൾട്ട്. കുറച്ച് ആളുകൾ നിങ്ങളൊരു അഡൾട്ടിനെ പോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പല സ്റ്റേജിൽ തന്നെ അല്ലെ, ഒരേ ആളുകൾ തന്നെ നിങ്ങളവിടെ രണ്ട് രീതിയിലും ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മുടെ പാരന്റ്സ് തന്നെ അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് പറയും, നീ എന്താണ് വലിയ വായിൽ വർത്താനം പറയുകയാണോ, നീ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ എന്തെങ്കിലും ഇമ്മച്ചുവർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇത്രയും വളർന്ന് വലുതായില്ല, എന്താണ് കുഞ്ഞു കുട്ടികളെ പോലെ കളിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് നിങ്ങളെ പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഡിഫറെന്റ് സ്റ്റേജുകളാക്കി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതിൽ ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡോളസൻസ് ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്, അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഉണ്ട്. ഈ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഇല്ല. അഡൽട്സിനെയും നിങ്ങൾക്കറിയാം. അപ്പോൾ ചൈൽഡ്ഹുഡിനെയും അഡൽട്ട്ഹുഡിൻ്റെയും ഇടയിലുള്ള ഒരു ഏജ് കാറ്റഗറിയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെയൊക്കെ ഉള്ള ഒരു കാറ്റഗറി. നമ്മൾ ഈ 13, 14, 15, 16, 17, 18 എന്നൊക്കെ പറയുന്നത് ആ അഡോളസൻസ് ഏജ് കാറ്റഗറിയാണ്. അപ്പം നിങ്ങളൊക്കെ ബൈ ദ വേ ഒരു 12, 13 ഒക്കെ ഏജിലുള്ള ആളുകളായിരിക്കും. 12, 13, 14 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഏജ് വരുന്നുണ്ടാവുക. സോ നിങ്ങളൊക്കെ എന്താണ് ഈ ഏകദേശം അല്ലെ ഒരു അഡോളസൻസ് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള കുറേ ഡെവലപ്മെന്റുകൾ, അത് മാനസികമായിട്ടും അല്ലെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഫിസിക്കൽ ഡെവലപ്മെന്റ്, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. സോഷ്യൽ ഡെവലപ്മെന്റും ഉണ്ട്. ഈ 3 കാറ്റഗറിയിലുള്ള ഡെവലപ്മെന്റും നമ്മുടെ അഡോളസൻസിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരേ സമയം ഇത്രയും ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻസ്, കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അഡോളസൻസ് സ്റ്റേജിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഏജിലാണ് നമ്മുടെ ഹോർമോൺസ് ഒക്കെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണൽ ഡെവലപ്മെന്റ് കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നടക്കും. റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഇൻ സൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഹൈറ്റ്, നിങ്ങൾക്ക് സ്ട്രെങ്ത്, ഇതൊക്കെ കുറച്ചുകൂടെ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ സെക്ഷൽ ഹോർമോണുകൾ ഉണ്ടല്ലോ, ഈ ഹോർമോണുകളുടെ ഡെവലപ്മെന്റ് മൂലം നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ സാധ്യത എന്ന് പറയുന്നത് ചില ആളുകൾക്കെങ്കിലും ഫേഷ്യൽ ഹെയർസ് ഒക്കെ മുഖത്ത് ഡെവലപ്പ് ആകുമ്പോഴൊക്കെ ചില പ്രശ്നങ്ങളായിട്ട് അത് ചിലർക്ക് മാറാറുണ്ട്. ചില മക്കൾക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അത് വളരെ നോർമലായിട്ട് നമ്മളുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമല്ല.
അല്ല. അതുപോലെ തന്നെ ചില ആളുകളുടെയെങ്കിലും വോയിസിൽ ഒരു ചേഞ്ച് വരാറുണ്ട്. പ്രത്യേകിച്ച് ബോയ്സിലാണ് ആ ഒരു കാര്യം ഉണ്ടാവാറ്. വോയിസ് കുറച്ചും കൂടെ ഡീപ്പനിങ് ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് ഈ വോയിസ് ഡീപ്പനിങ് ആവുമ്പോൾ അല്ലെ നിങ്ങൾക്കൊരു പെട്ടെന്ന് നിങ്ങൾ അതുവരെയുള്ള ഒരു കുഞ്ഞു ശബ്ദമൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ സൗണ്ടിലൊരു വ്യത്യാസം വരും. ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ഡെവലപ്മെന്റ് മൂലം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് നടക്കാറുണ്ട്, ലീഡിങ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ഫീമെയിൽസ് ആൻഡ് ഫേഷ്യൽ ഹെയർ, അതേപോലെ തന്നെ വോയിസ്. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ആണ്. ബോഡി കോമ്പോസിഷനിൽ മാറ്റം വരാറുണ്ട്. ഈ ഒരു സമയത്ത് ആളുകൾക്ക് എല്ലാവർക്കും അല്ലെ ഏറ്റവും കൂടുതൽ മെൻസ്ട്രൽ ഒരു പെയിനൊക്കെ ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗേൾസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ പ്യൂബർട്ടിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഗേൾസിന് അത് കുറച്ച് അധികം ഫിസിക്കൽ പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമലാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഓരോ മന്തിലും എന്ത് ചെയ്യാൻ തുടങ്ങും, മെനിസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുവരെ നമ്മൾ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു മെനിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് അപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ എന്താണ്, അഡോളസെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൈജീൻ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു ടൈമിലാണ്. നിങ്ങൾക്ക് ഈ താരാരാധന എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെലിബ്രിറ്റീസിനോടുള്ള ഒരു ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ഏജിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളതൊക്കെ വളരെ നോർമലായിട്ട് തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പിയർ പ്രഷേഴ്സ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. പിയർ പ്രഷേഴ്സ് ഉണ്ടാവും, പിയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ വല്ലാതെ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങളിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക നിങ്ങളുടെ പിയേഴ്സിനെ ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും. അപ്പോൾ അവർ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നല്ല ഫ്രണ്ട്സിനെ തന്നെ ആ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പല മോശം രീതിയിലേക്കും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിപ്പോവും. അപ്പോൾ ആ ഒരു കാറ്റഗറി ഒക്കെ വരുന്നത് ഈ ഒരു നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് കുറേ ആൾക്കാർ പറയുന്നില്ലേ. അതുകൊണ്ടാണ് അഡോളസെൻസിൽ നമുക്ക് ഈ ഒരു ഭയങ്കര ഒരു വേരിയേഷൻ നടക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ടുള്ള പാതയിലേക്ക് നയിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് മാത്രം നിങ്ങൾ പോവുക. സോ ഇതൊക്കെ നിങ്ങളുടെ ഇമോഷനും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ എന്തും നടക്കുന്നുണ്ട്, ഇമോഷണലും സോഷ്യൽ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിത് ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പറയുമെങ്കിൽ കൂടി ഇതൊക്കെ എന്താണ് റാപ്പിഡായിട്ട് ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ അല്ലേ ഒരുപാട് ടൈമിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അത് വലിയ പ്രോബ്ലം ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് അതേപോലെ തന്നെ പാരൻസിനോടൊക്കെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് മക്കളെ. അപ്പോൾ അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. സോ ടേക്ക് കെയർ, ബൈ.